ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സർഫസ് കെമിസ്ട്രി. സർഫസ് കെമിസ്ട്രി ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റിലേക്ക് നമുക്ക് വരാം. സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ 5. സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ് സർഫസ് കെമിസ്ട്രി. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളത് സർഫസ് കെമിസ്ട്രി എന്താണ്. അതായത് സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ ഫിനോമിന ദാറ്റ് ഒക്കർ അറ്റ് സർഫസസ് ഓർ ഇൻ്റർഫേസസ്. സർഫസിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് സർഫസിൽ ഇങ്ങനെ കാര്യങ്ങൾ കാണപ്പെടുന്നത്? നമുക്ക് സർഫസിൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് ധാരാളമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം സർഫസ് ടെൻഷൻ്റെ കാര്യം നമ്മൾ പഠിക്കണം. അവിടെ സർഫസിലെ ഒരു പരിധി വരെ അൺബാലൻസ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഉണ്ട്. അതാണ് ആ ലിക്വിഡ് ലെയറിനെ താഴത്തോട്ട് വലിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇന്ന് സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സുകൾ എന്തൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു, അതിൽ പ്രധാനമായും അഡ്സോർഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത് 1 അഡ്സോർഷൻ, 2 കാറ്റലൈസിസ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ് കാറ്റലിസ്റ്റ്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്ന ചില ആളുകളുണ്ട്. ദ കെമിക്കൽ സ്പീഷീസ് that do not taking part in chemical reaction but alter the rate of chemical reaction. These substances are called catalyst. For example, iron in Haber process, spongy iron in Haber process. What is Haber process? Nitrogen and hydrogen, the gaseous nitrogen and gaseous hydrogen combine to form gaseous ammonia. That reaction catalyzed by spongy iron in Haber process. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് കാറ്റലൈസിസ്. അതായത് എങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഒരു റിയാക്ഷൻ്റെ റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റം വരുത്തപ്പെടുന്നത്. അതിൻ്റെ കെമിസ്ട്രിയാണ് കാറ്റലൈസിസിൽ നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും അവസാനമായി കൊളോയിഡ്സിനെ പറ്റി നമ്മൾ പഠിക്കും. എന്താണ് കൊളോയിഡ്സ്? അഡ്സോർഷൻ അവിടെ എന്താണ്, നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് സർഫസിൽ അവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. അപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ അഡ്സോർഷനെ കുറിച്ച് പഠിക്കും, കാറ്റലൈസിസിനെ കുറിച്ച് പഠിക്കും, കൊളോയിഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് അഡ്സോർഷൻ. എന്താണ് അഡ്സോർഷൻ? ഫോർ എക്സാമ്പിൾ, ഞാൻ ബോർഡിൽ ചോക്ക് കൊണ്ട് ഒരു പേരെഴുതുന്നു എന്നിരിക്കട്ടെ. ബോർഡിൻ്റെ ബൾക്കുമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചോക്ക് പൗഡർ കടക്കുന്നില്ല. ഇനി നമ്മളൊരു തുണി ഉപയോഗിച്ച് അതിനെ മാച്ചു കളയുമ്പോൾ ആ ചോക്ക് കൊണ്ട് എഴുതിയത് കംപ്ലീറ്റായി മാഞ്ഞു പോകുന്നു, ഇറേസ് ചെയ്യപ്പെടുന്നു. ഇത് ഒരു സർഫസ് ഫിനോമിനനാണ്. ഒരിക്കലും ബോർഡിൻ്റെ ഉൾഭാഗത്തേക്ക് ചോക്കിന് കടക്കാനായിട്ട് പറ്റില്ല. ചോക്ക് തരികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ബോർഡിൻ്റെ സർഫസിലാണ്. ദി അക്യുമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് അറ്റ് ദ സർഫസ് rather than the bulk of a solid or liquid is termed as adsorption. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് സോളിഡിൻ്റെയോ ലിക്വിഡിൻ്റെയോ സർഫസിൽ കാണപ്പെടുന്നു, ബൾക്കിലുണ്ടാവില്ല, ഉള്ളിലുണ്ടാവില്ല. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് അഡ്സോർപ്ഷൻ എന്ന് പേര് വിളിക്കുന്നു. 2 ആളുകളുണ്ട് അഡ്സോർപ്ഷനിൽ. ഒന്ന് അഡ്സോർബേറ്റ്. ബോർഡ് അഡ്സോർബേറ്റ് ആണ്. ബോർഡ് അഡ്സോർബൻ്റ് ആണ്. അവനാണ് അഡ്സോർബ് ചെയ്യുന്നത്. ആരെയാണ് അവൻ അഡ്സോർബ് ചെയ്യുന്നത്? അവൻ അഡ്സോർബ് ചെയ്യുന്നത് ചോക്ക് പൗഡറിനെയാണ്. അതുകൊണ്ട് നമ്മൾ അവനെ പേര് വിളിക്കും അഡ്സോർബേറ്റ്. ബോർഡ് അഡ്സോർബൻ്റ്, ചോക്ക് പൗഡർ അഡ്സോർബേറ്റ്. ഡസ്റ്റ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് നിങ്ങൾ ഒരു തുണി ഉപയോഗിച്ച് തൂത്തെടുക്കുന്നുണ്ടെങ്കിൽ ഡസ്റ്റിനെ നമുക്ക് അഡ്സോർബേറ്റ് എന്നും
തുണിയെ നമുക്ക് അഡിസോർബൻ്റ് എന്നും നമുക്ക് പേര് വിളിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ധാരാളം എക്സാമ്പിളുകൾ അനുദിന ജീവിതത്തിൽ അഡ്സോർഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെ നമ്മൾ മനസ്സിലാക്കപ്പെടണം. ഒന്ന് അഡിസോർബേറ്റ്, മറ്റൊന്ന് അഡിസോർബൻ്റ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൈകാര്യം കൊടുക്കുന്നുണ്ട്. അതായത് മെത്തലീൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഡൈ അനിമൽ ചാർക്കോൾ ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന ആ ഡൈനെ നമ്മൾ എന്ത് പേര് വിളിക്കും? അഡിസോർബേറ്റ് എന്ന് പേര് വിളിക്കും. ചാർക്കോളിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? അതിനെ അഡിസോർബൻ്റ് എന്ന് പേര് വിളിക്കും. ഇനി റോ ഷുഗറിലാണ് സാധാരണഗതിയിൽ ഈ അനിമൽ ചാർക്കോൾ ഉപയോഗിച്ച് കളർലെസ് ആകുന്നത്. എന്താ റോ ഷുഗർ? കരിമ്പ് നീരെടുത്ത് ചൂടാക്കി വറ്റിച്ച് കിട്ടുന്ന സാധനത്തെയാണ് നമ്മൾ റോ ഷുഗർ എന്ന് പറയുന്നത്. അതിനെ പ്യൂരിഫൈ ചെയ്തെടുത്ത് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഷുഗറാക്കി മാറ്റുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ശർക്കര കളറുള്ളതാണ്. റോ ഷുഗർ വാങ്ങിക്കാൻ കിട്ടുന്നതെല്ലാം കളറുള്ളതാണ്, ഡാർക്ക് കളറാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന പഞ്ചസാര പരിശുദ്ധമായ വെണ്മയുള്ളതാണ്. അതാക്കി മാറ്റുന്നത് അനിമൽ ചാർക്കോളാണ്. അപ്പൊ സത്യത്തിൽ ഒരു കാര്യം ബോധ്യവും, ഈ പഞ്ചസാര എന്ന് പറയുന്നത് 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സാധനമല്ല. അനിമൽ ചാർക്കോൾ, അനിമൽ ബോൺ ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്യണം? അത് കത്തിച്ച് അതിന്റെ ചാർക്കോൾ എടുത്തിട്ടാണ് ഈ റോ ഷുഗറിനെ കളർലെസ് ആക്കി മാറ്റുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളത് ഇതാണ്. നമ്മൾ കമ്പ്യൂട്ടർ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, ഗുളിക വാങ്ങിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് സിലിക്ക ജെല്ലാണ്. സിലിക്ക ജെൽ എന്തിനാ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ വാട്ടർ വേപ്പർ എങ്ങാനും കടന്നുകൂടി കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കുന്നതിന് വേണ്ടിയാണ് സിലിക്ക ജെൽ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് അഡിസോർപ്ഷൻ്റെ എക്സാമ്പിളുകളാണ്. ഇവിടെ സിലിക്ക ജെൽ എന്ന് പറയുന്നത് എന്താണ്? അഡിസോർബൻ്റ് ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്താണ്? അഡിസോർബേറ്റ് ആണ്. റോ ഷുഗറിലെ കളറിംഗ് മെറ്റീരിയൽ അഡിസോർബേറ്റ് ആണ്. റോ ഷുഗറിലെ നമ്മൾ അനിമൽ ചാർക്കോൾ ഉപയോഗിച്ചാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നതെങ്കിൽ അനിമൽ ചാർക്കോളാണ് ഈ അഡിസോർബേറ്റിനെ അഡിസോർബ് ചെയ്യുന്നത്. അവനെ നമ്മൾ പേര് വിളിക്കുന്നു അഡിസോർബൻ്റ് എന്ന് പേര് വിളിക്കുന്നു. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിയുന്നു. അഡിസോർപ്ഷൻ, അതിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ അഡിസോർബേറ്റ് ആൻഡ് അഡിസോർബൻ്റ്. ഇനി അവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കുന്ന അതിൻ്റെ മെത്തേഡുകളാണ്. ഇപ്പോൾ ഇവിടെ ഒരു തെങ്ങ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തെങ്ങിൻ്റെ ചിരട്ട കത്തിച്ചുണ്ടാക്കുന്ന കാർബൺ പൗഡർ അല്ലെങ്കിൽ കാർബൺ മെറ്റീരിയൽ ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ സാധാരണഗതിയിലെ നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇനി ആക്ടിവേറ്റഡ് ചാർക്കോൾ അങ്ങനെ മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുക, വുഡ് കത്തിച്ചും ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനു വേണ്ടി ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിക്കുന്നത്? ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിക്കുന്നത് പല മെറ്റീരിയൽസും ഡീകളറൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആക്ടിവേറ്റഡ് ചാർക്കോൾ ചില ഗ്രേഡുകളുണ്ട്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് ഗ്രേഡുകളായി അവനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിംഗർ പ്രിൻ്റ് അനലിസ്റ്റ് അവർ ചെയ്യുന്ന പരിപാടി വളരെ നേർത്ത ആക്ടിവേറ്റഡ് ചാർക്കോൾ എടുത്തിട്ട് സാധനങ്ങളിലേക്ക് അവർ സ്പ്രേ ചെയ്യണു. ഒരു കള്ളൻ ഒരു എന്നിരിക്കട്ടെ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അനലിസ്റ്റ് വന്നിട്ട് അവിടെ എല്ലാം എവിടെയൊക്കെയാണോ കള്ളൻ്റെ ഫിംഗർ പ്രിൻ്റ് പതിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് അവിടെയെല്ലാം ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ അവർ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലേ കള്ളൻ്റെ ഫിംഗർ പ്രിൻറ്റിൽ ഇവൻ എന്തു ചെയ്യുന്നു? ഇവൻ പറ്റിപ്പിടിച്ചു നിൽക്കും. പതുക്കെ ഒന്ന് ചുടുകാറ്റ് അതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ, ഹോട്ട് എയർ ബ്ലോ ചെയ്യിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാഗത്തു നിന്നെല്ലാം ആക്ടിവേറ്റഡ് ചാർക്കോൾ റിമൂവ് ചെയ്യപ്പെടുകയും എവിടെയാണോ ഫിംഗർ പ്രിന്റുകൾ പതിഞ്ഞിട്ടുള്ളത് അവിടെ മാത്രം പറ്റിപ്പിടിച്ചെടുത്ത് നിൽക്കുകയും ചെയ്യും. അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടാണ് ഫിംഗർ പ്രിന്റ് അനലിസ്റ്റ് കള്ളന്മാരെ കണ്ടെത്തുന്നത്. ഇത് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നുണ്ടെങ്കിലും അടുത്ത വർഷങ്ങളൊക്കെ ചില ആളുകൾ ഫോറൻസിക് സയൻസ് പഠിക്കാൻ താല്പര്യമായിട്ട് പോകുമെന്നുള്ളത് കൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇവിടെ രണ്ട് കാര്യത്തെപ്പറ്റി ഒരു വ്യത്യാസം നമ്മൾ പഠിക്കുന്നു. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡിസോർഷൻ ആൻഡ് അബ്സോർഷൻ. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നതിനെ നമ്മൾ പേര് വിളിക്കുന്നു അബ്സോർഷൻ. എന്നാൽ ഡസ്റ്റർ ചോക്ക് പൗഡറിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ പേര് വിളിക്കുന്നു അഡിസോർഷൻ.
അഡിസോർഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സർഫസിൽ മാത്രമാണ് അഡിസോർബേറ്റ് പതിഞ്ഞിരിക്കുന്നത്. എന്നാൽ അബ്സോർഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ആ മെറ്റീരിയലെ മുങ്ങിയിരിക്കുന്നു. ഇനി അബ്സോർഷനും അഡിസോർഷനും ഒരുമിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പേര് വിളിക്കുന്നു സോർപ്ഷൻ എന്ന് പേര് വിളിക്കുന്നു. മെക്കാനിസം ഓഫ് അഡ്സോർഷൻ ഇവിടെ കൊടുക്കണം. അതിങ്ങനെയാണ്: പാർട്ടിക്കിൾസിന്റെ മുകളിലെ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ട്. സർഫസ് ഫോഴ്സുകൾ ഒരിക്കലും ബാലൻസ് ചെയ്യപ്പെടുന്നില്ല. ഈ അൺബാലൻസ്ഡ് ഫോഴ്സുകളാണ് അഡിസോർഷനെ ആധാരമായിട്ടുള്ളത്. ഞാൻ അവർ പറയണു, ഇഫ് ഡെൽറ്റ എച്ച് ബി the heat of reaction during adsorption, there is a decrease in residual forces of surface. Therefore, delta H of adsorption is always negative. In all adsorption cases, delta H be a negative value, but delta S be also a negative value. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർ പറയുന്നു, when a gas is absorbed, the freedom of movement of its molecule become restricted. ഗ്യാസ് ആണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിന് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഡിസോർഡർ നഷ്ടപ്പെട്ടു. ഉടനെ നമ്മൾ പറയണു ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി, അതായത് ഡിസോർഡറിൻ്റെ ചേഞ്ച് ഓർഡറിലേക്കാണ് മാറിയത്. ഡിസോർഡർ കുറഞ്ഞു, ഡെൽറ്റ എസ് കുറഞ്ഞു. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുകയും ഒരു അഡ്സോർഷന്റെ ഫലമായി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുകയും ഡെൽറ്റ എസ് നെഗറ്റീവ് ആവുകയും നമ്മുടെ ഇക്വേഷൻ നമുക്ക് നോക്കി. ഡെൽറ്റ എച്ച് സമം ഡെൽറ്റ ജി സമം വേർ ജി ഈസ് ഫ്രീ എനർജി, ഡെൽറ്റ ജി ഈസ് ഫ്രീ എനർജി ചേഞ്ച്. അതിനെ നമ്മൾ ആ ജീനെ നമ്മളൊരു പേര് വിളിക്കും ഗിബ്സ് ഫ്രീ എനർജി എന്ന് നമ്മൾ പേര് വിളിക്കും. ദാറ്റ് ഫ്രീ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എന്നിട്ട് അവരവിടെ പറയുന്ന കാര്യമുണ്ട്, എസ് അഡ്സോർഷൻ പ്രൊസീഡ്, ഡെൽറ്റ എച്ച് ബിക്കം ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്, അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കം ഈക്വൽ ടു ടി ഇൻറ്റു ഡെൽറ്റ എസ് വേർ ഡെൽറ്റ ജി ബിക്കം സീറോ. അതായത് അഡ്സോർഷൻ നടന്നുകൊണ്ടിരിക്കെ ആദ്യം ഡെൽറ്റ ജി നെഗറ്റീവ് ആകും. എന്തുകൊണ്ടാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുന്നത്? അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ എസ് അവിടെ നെഗറ്റീവാണ്. അതുകൊണ്ട് അവനൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും. മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും. അപ്പം അതുകൊണ്ട് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കെ മാത്രമേ എന്ത് സംഭവിക്കാനായിട്ട് പറ്റുള്ളൂ? ഡെൽറ്റ ജി നെഗറ്റീവായി അഡ്സോർഷൻ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളൂ. അഡ്സോർഷൻ നടന്നുകൊണ്ടിരിക്കെ ഡെൽറ്റ ജി ബിക്കം ലെസ് നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അഡ്സോർഷൻ അവസാനിക്കുകയും റിവേഴ്സ് റിയാക്ഷൻ നടക്കുകയും ചെയ്യും. ആ ഒരു കണ്ടീഷനിൽ ഡെൽറ്റ ജി ബിക്കം സീറോ ആയിട്ട് മാറും. അതായത് ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഡെൽറ്റ ജി എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ഈ കണ്ടീഷൻ ഒരു ഈക്വിലിബ്രിയത്തിലേക്കാണ് നമ്മളെ കൊണ്ട് നയിക്കുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് അഡ്സോർഷനിൽ പറയുന്ന കാര്യം. ഇനി രണ്ട് തരം അഡിസോർഷനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഫിസിസോർഷൻ, മറ്റൊന്ന് കെമിസോർഷൻ. എന്താണ് കെമിസോർഷൻ? കെമിക്കൽ ഫോഴ്സുകളാണ് ഒരു അഡിസോർബന്റിനെയും അഡിസോർബേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അഡിസോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിസോർഷൻ. എന്നാൽ ഫിസിക്കൽ വാൻഡർവാൾ ടൈപ്പ് ഫോഴ്സുകളാണ് അഡിസോർഷനെയും അബ്സോർഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതിനെ ഫിസിസോർഷൻ എന്ന് പറയും. അങ്ങനെ രണ്ട് തരം അഡിസോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫിസിസോർഷൻ അഥവാ ഫിസിക്കൽ അഡ്സോർഷൻ, രണ്ടാമത്തെ വിഭാഗം കെമിസോർഷൻ അഥവാ കെമിക്കൽ അഡിസോർഷൻ. ഇനി ഫിസിസോർഷനിൽ പ്രധാനമായും ഫിസിക്കൽ ഫോഴ്സുകളാണ് അഡിസോർബന്റിനെയും അഡ്സോർബേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ കെമിസോർഷനിലെ പ്രധാനമായും കെമിക്കൽ ഫോഴ്സുകളാണ് അഡിസോർഷനെയും അബ്സോർഷനെയും തമ്മിൽ അഡിസോർബന്റിനെയും അഡിസോർബേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇനി അവയുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിസോർഷൻ. ഒന്ന്, അവയ്ക്ക് സ്പെസിഫിസിറ്റി ഇല്ല. രണ്ട്,
അഡിസോർബേറ്റിന്റെ നേച്ചർ അനുസരിച്ച്, അതായത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡിസോർബ്ഡ്. ഇപ്പൊ ഈക്വലി ലിക്വിഫയബിൾ ഗ്യാസുകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അവയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കുക, റെഫർ ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവൻ ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകൾക്ക് അവരെ എന്ത് ചെയ്യാൻ സംഭവിക്കും? ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകൾ പെട്ടെന്ന് തന്നെ അഡിസോർബ് ചെയ്യപ്പെടും. ഇനി റിവേഴ്സിബിൾ നേച്ചർ, ഫിസിസോർഷൻ റിവേഴ്സിബിൾ നേച്ചർ ഉള്ളതാണ്. ഇവിടെ കെമിസോർഷൻ പിന്നീട് നമ്മൾ പഠിക്കും. കെമിസോർഷൻ അടുത്തതായിട്ട് പഠിക്കാൻ പോകണം. കെമിസോർഷൻ റിവേഴ്സിബിൾ നേച്ചർ ഇല്ലാത്തവരാണ്. ഇനി സർഫസ് ഏരിയ ഓഫ് അഡ്സോർബന്റ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം വീക്ക് വാണ്ടർവാൾ ഫോഴ്സുകളാണ് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത്. മൾട്ടി ലെയർ പോസിബിൾ ആണ്. ഇതിങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കെമിസോർഷനിൽ ഇതിൽ വ്യത്യാസമുണ്ട്. അവിടെ മോണോലെയർ മാത്രമേ സാധ്യമാവുള്ളൂ. എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കെമിസോർഷൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരണം. ഹൈലി സ്പെസിഫിക്. വാട്ട് ഈസ് മീൻ ബൈ ഹൈലി സ്പെസിഫിക്? ചില അഡിസോർബേറ്റിനെ മാത്രമേ അഡിസോർബ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. ബട്ട് ഫിസിസോർഷൻ ആർ നോൺ സ്പെസിഫിക്. ആരുടെ പുറത്തു വേണമെങ്കിലും അഡ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഇറിവേഴ്സിബിലിറ്റി ഇൻ നേച്ചർ. അതായത് അവരെ റിവേഴ്സിബിൾ അല്ല. അഡിസോർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവരെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പൗഡർ കോട്ടഡ് മെറ്റൽ ചെയർസ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് ചെയർ ഉണ്ടാക്കി അതിനെ പൗഡർ കോട്ട് ചെയ്യണം. അത് ഒരു കാരണവശാലും പെട്ടെന്നൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ആ പൗഡർ കോട്ടഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ടില്ല. കെമിസോർഷൻ ഇതേപോലെ പല കെമിസോർഷനെയും നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ ഫിസിസോർഷൻ, ഡസ്റ്റ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു. നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് നോക്കുക. വീട്ടിലെ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വീട്ടിലെ പുസ്തകങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. എല്ലാം പൊടി പിടിച്ചിട്ടുണ്ടാവും. ഭംഗിയായിട്ട് തുടയ്ക്കുക. നിങ്ങൾ ചെയ്യുന്നത് ഡിസോർപ്ഷൻ ആണ്. ഫിസിക്കൽ അഡ്സോർഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഡിസോർപ്ഷൻ ഈസിയായി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിൽ പൊടി പിടിക്കും. അതായത് ഫിസിക്കൽ അഡ്സോർഷൻ റിവേഴ്സിബിൾ ആണ്, കെമിക്കൽ അഡ്സോർഷൻ ഇറിവേഴ്സിബിൾ ആണ്. സർഫസ് ഏരിയ. കെമിസോർഷൻ ഓൾസോ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. ഒരു കാര്യത്തിൽ മാത്രമേ ഇവർ തമ്മിൽ ബന്ധമുള്ളൂ. സർഫസ് ഏരിയയുടെ കേസിൽ സർഫസ് ഏരിയ കൂടുമ്പോൾ അഡ്സോർഷനും കൂടുന്നു. ഇനി എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ, എൻതാൽപ്പി ഓഫ് കെമിസോർഷൻ ഈസ് ഹൈ ആസ് ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. ഇവിടെ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ വളരെ കൂടും. ഇവരെ യൂണി ലെയർ മാത്രമേ ഫോം ചെയ്യപ്പെടുള്ളൂ. ശരി, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അഡ്സോർഷൻ, ഐസോതെർം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡ്സോർഷൻ, ഐസോതെർം. ഐസോതെർം മീൻസ് സെയിം ടെമ്പറേച്ചർ ഗ്രാഫ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഐസോതെർം. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്? ദ വേരിയേഷൻ ഓഫ് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് വിത്ത് പ്രഷർ. പ്രഷർ വേരിയേഷന്റെ സമയത്ത് എമൗണ്ട് ഓഫ് അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ അവർ പഠന വിഷയമാക്കി എടുക്കുന്നത്. ഏതാ രണ്ട് കാര്യങ്ങൾ? പ്രഷർ എഗെയിൻസ്റ്റ് ഗ്യാസ് അഡ്സോർബ്ഡ് വിച്ച് ഈസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്സോർഷൻ, ഐസോതെർം. അതിലെ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രൂവൻലിച്ച് അഡ്സോർഷൻ, ഐസോതെർം. വായിച്ചു നോക്കാം. എന്താണ് ഫ്രൂവൻലിച്ച് അഡ്സോർഷൻ ഐസോതെർമിൽ പറഞ്ഞിട്ടുള്ളത്? എക്സ് ബൈ എം. അതിനെ നമ്മൾ പേര് വിളിക്കുന്നു എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ. എം എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. ഇനി എക്സ് എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബേറ്റ്. എത്ര അഡ്സോർബൻറ്റിലാണ് ഇത്ര അഡ്സോർബേറ്റ് വന്നിട്ടുള്ളത്? 10-1, 50-2. ഇതാണ് എക്സ് ബൈ എം സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ് ബൈ എം എന്നുള്ളത്
എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർഷൻ, എക്സ് എന്നുള്ളത് അഡ്സോർബേറ്റിന്റെ എമൗണ്ട്, എം എന്ന് പറയുന്നത് അഡ്സോർബെന്റിന്റെ എമൗണ്ട്. ശരി, എക്സ് ബൈ എം വിച്ച് ഇസ് പ്രപ്പോർഷണൽ ടു പി ടു ദ പവർ 1/n. എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു പി ടു ദ പവർ 1/n, വേർ കെ ഈസ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. എൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. എങ്ങനെയാണ് റിലേഷൻഷിപ്പ് വന്നത്? അത് വരച്ചു തരുന്നുണ്ട്. എന്താണ് എക്സ് എന്ന് പറയുന്നു, എന്താണ് പി എന്നുള്ള കാര്യം പറയണു, കെയും എന്നും കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഈ ഗ്രാഫ് വരച്ച് നോക്കൂ. വ്യത്യസ്തമായ ടെമ്പറേച്ചറുകളിൽ അവർ എക്സ് ബൈ എം അടയാളപ്പെടുത്തി. ടെമ്പറേച്ചറിന്റെ നമ്മുടെ ഗ്രാഫിന്റെ ആദ്യ ഭാഗത്ത് അറ്റ് ലോ പ്രഷർ എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇവിടേക്ക് എത്തി നോക്കിയേ, ഇതുവരെ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റാ. എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഇവിടെ എത്തുമ്പോഴോ എക്സ് ബൈ എം ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല, എന്നാലും പ്രഷർ ഇൻക്രീസസ്, എക്സ് ബൈ എം ഇൻക്രീസസ്. ഇവിടെ എത്തുമ്പോഴോ പ്രഷർ ഇൻക്രീസസ്, എക്സ് ബൈ എം ബി എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് പ്രഷർ ആൻഡ് എക്സ് ബൈ എം ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് പറ്റില്ല. ഫ്രൂവൻറ്റ് വെച്ച് പറയണോ എക്സ് ബൈ എം പ്രപ്പോർഷണൽ ടു പി ടു ദ പവർ 1/n എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇനി ഗ്രാഫ് ഇൻഡിക്കേറ്റ് that at fixed pressure there is a decrease in physical adsorption with the increase in temperature. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഫിസിക്കൽ അഡ്സോർഷൻ കുറയുന്നതായി കാണപ്പെടുന്നു. ഇനി നമ്മൾ അഡ്സോർഷന്റെ അപ്ലിക്കേഷൻസിലേക്കാണ് നമ്മൾ പോയത്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് അഡ്സോർഷന്റെ നല്ലൊരു അപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. എങ്ങനെയാണ് ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഫ്രം ദ വെസൽ ഇവാക്യുവേറ്റഡ് ബൈ എ വാക്വം പമ്പ്. ദ റിമൈനിങ് ട്രേസസ് ഓഫ് എയർ ക്യാൻ ബി അഡ്സോർബ്ഡ് ബൈ ചാർക്കോൾ ടു ഗീവ് എ വെരി ഹൈ വാക്വം. വെരി ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. രണ്ട്, ഗ്യാസ് മാസ്ക്. മൂക്കിൽ വെക്കുന്ന അല്ലെങ്കിൽ ഈ മൈൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് വളരെ മോശം സ്മെല്ല് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് മാസ്കിലെ പോയ്സണസ് ഗ്യാസിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് മാസ്കിലെ നമ്മൾ നല്ല അഡ്സോർബൻറ്റുകളെ നമ്മൾ ഉപയോഗിക്കുന്നു. അത് അഡ്സോർബൻ്റ് ഇത്തരത്തിലുള്ള പോയ്സണസ് ഗ്യാസിനെ, ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസിനെ റിമൂവ് ചെയ്യുന്നു. ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സിലിക്കയും അലുമിനിയം ജെല്ലും ഒക്കെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. മറ്റ് നല്ല നമ്മുടെ ആപ്ലിക്കേഷൻ ഉള്ളത് റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഷുഗർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി റോ ഷുഗറിൽ നിന്ന് കളർ നീക്കം ചെയ്യുന്നത് അനിമൽ ചാർക്കോൾ ഉപയോഗിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഇനി ഇനേർട്ട് ഗ്യാസ് സെപ്പറേഷനിലെ ഇത്തരത്തിലുള്ള അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ അവരുപയോഗിക്കുന്നുണ്ട്. ഇനി ക്യൂറിങ് ഡിസീസസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്പർ ഓഫ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ജേംസ് ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. അടുത്ത ചാപ്റ്ററിൽ നമ്മളത് പഠിക്കും. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്താണ്, ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി വേറൊരു ഭാഗമുള്ളതാണ് അഡ്സോർഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അഡ്സോർഷൻ ഇൻഡിക്കേറ്റേഴ്സ് അതുപയോഗിച്ചുള്ള ടൈട്രേഷൻ നമുക്ക് കാണാനില്ല എന്നുണ്ടെങ്കിലും അടുത്ത വർഷങ്ങളിൽ ഇനി നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കും. ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസ്, അവിടെയും അഡ്സോർഷൻ തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രോമാറ്റോഗ്രാഫി ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർഷൻ. ഒരു അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ഏതോ ചില സാധനങ്ങൾ അഡ്സോർബേറ്റ് വന്നു വരുന്ന സമയത്താണ്, അങ്ങനെയാണ് ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷൻ വരുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസ് നമ്മൾ നടത്തുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോയി, ദാറ്റ് ഈസ് കറ്റാലൈസിസ്. നമ്മൾ എന്തൊക്കെയാണ് ആദ്യ ഭാഗത്ത് അഡ്സോർഷനിൽ നമ്മൾ കണ്ടത്? ഒന്ന്, വാട്ട് ഈസ് അഡ്സോർഷൻ? Adsorption is a surface phenomena. There are two entities in adsorption, adsorbent and adsorbate. Examples നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് there are two types of adsorption,
ഫിസിസോർഷൻ ആൻഡ് കെമിസോർഷൻ. ഫിസിസോർഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും കെമിസോർഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ കാര്യം അവിടെ നോക്കിയത് അഡ്സോർഷൻ ഐസോതേം. അതിൽ ഫ്രൂൺലിച്ചിന്റെ അഡ്സോർഷൻ ഐസോതേം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. x/m പ്രപ്പോർഷണൽ ടു k ഇൻറ്റു p⁴ 1/n. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു അപ്ലിക്കേഷൻ ഓഫ് അഡ്സോർഷൻ. അഡ്സോർഷൻ കൊണ്ടുള്ള നമ്മുടെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ കണ്ടു.